മങ്കൂസ് മൗലിദ് ഷിർക്കോ? മങ്കൂസ് മൗലിദ് ഓതുന്നവർ ഖുർആനിന് എതിരായവരോ? നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കെ. അള്ളാഹു താല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിനെതിരായിട്ട് മൗലിദിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് സ്വീകരിക്കാം. ഇപ്പൊ താങ്കൾ തന്നെ ഇവിടുന്ന് ഓതി ആയിക്കോട്ടെ, അതിന്റെ അർത്ഥം ഒന്ന് ഉസ്താദ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, മാപ്പ് തരണം നബിയേ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ ഒരു ആയത്തിന് വിരുദ്ധമാണ് ഈ വരി. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ ചോദിക്കുന്നു. പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? പിന്നെ താങ്കൾ പറഞ്ഞു ബുഖാരിയിൽ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയും. എന്താ നിങ്ങൾ എന്താണ് ഈ ഖുർആനിൽ ഞാൻ ഇങ്ങനെ പറയാ? ഞാൻ ചൂടായി പോയി, ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. ക്ഷമിച്ചോ? ഉസ്താദിന്റെ ശൈലി എനിക്ക് പൊന്നുമുത്തേ ക്ഷമിച്ചോ? അല്ല, ഇതിന് മറുപടി ക്ഷമിക്കോ? തീർച്ചയായിട്ടും പൊരുത്തപ്പെടുവോ? അല്ലല്ലാതെ പൊരുത്തപ്പെടില്ല എന്നല്ലേ പറഞ്ഞേ? ആവുന്റെ മുത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 എന്തിനാന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കല്ലേ. നമുക്ക് ഇത്ര വലിയ ഒരു സമ്മാനം അള്ളാഹു നൽകി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വലാത്ത് ഉറക്കെ ചൊല്ലുന്ന ഈ പൊന്നാനിക്കാരായ മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാകരുത്. അതിതോടെ തീരണം. കാക്കണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. മറുപടി എങ്ങനെയുണ്ട്? എല്ലാവർക്കും തിരിയുന്ന സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബായ കുഞ്ഞു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ധാരാളം നമുക്ക് ചൊല്ലാനും ഓതാനും ഒക്കെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.